അസ്സലാമലൈക്കും. എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ വന്നിട്ടുള്ളത് അയില കുക്കറിൽ ദമ്മിടുകയാണ്. ഇത് പണ്ട് കാലങ്ങളിലൊക്കെ മൺചട്ടിയിലായിരുന്നു ദമ്മിട്ടിരുന്നത്. അപ്പം ഞാൻ 4 അയില എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്കുള്ള ചേരുവകൾ വേണ്ടത്: ഒരു സവാള എടുത്തിട്ടുണ്ട്, ഒരു 5-8 അല്ലി വെള്ളുള്ളി, ഒരു നെല്ലിക്ക വലിപ്പത്തിൽ പുളി, 2 ഇഞ്ചി കഷ്ണം, ഒരു തക്കാളി, ഒരു പച്ചമുളക് എണ്ണം കൂട്ടി കൊടുക്കുക എരിവിനനുസരിച്ച്, മല്ലിച്ചപ്പ്. ഇത്രയും സാധനങ്ങളൊന്ന് കഷ്ണാക്കി എടുക്കണം. ഇത് മിക്സിയിൽ നല്ലോണം ഒന്ന് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കഷ്ണാക്കി എടുക്കുകയാണ്. അത് മിക്സിയിലിട്ടിട്ട് നല്ലോണം ഒന്ന് അടിച്ചെടുക്കുക. നല്ല അതും അരിഞ്ഞിട്ടുണ്ട്. ഈ ഒരു മിക്സിൻ്റെ ജാർ എടുത്തിട്ട് അതിലിട്ട് അരച്ചെടുക്കണം. എൻ്റെ മിക്സിയിൽ ഇങ്ങനെ കട്ട് ചെയ്തെങ്കിലേ അരിയുള്ളൂ. അപ്പോൾ അതിലേക്ക് കട്ട് ചെയ്ത എല്ലാ സാധനങ്ങളും ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. പുളിയും തന്നെ കുരുവില്ലാത്ത പുളിയാണ്. അപ്പോൾ അത് വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. തക്കാളീൻ്റെ വെള്ളം മേൽ തന്നെ വന്നോളും, കൂടുതൽ വെള്ളമാവരുത്. ഇനി ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് മല്ലിച്ചപ്പ് ഇട്ട് കൊടുത്തു. പിന്നെ വേണ്ടത് ചെറിയ ജീരകം വേണം, വലിയ ജീരകം വേണം, മല്ലിയൊക്കെ വേണം. 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, പട്ട, പൂവ്, ഏലക്കായ, അത്ര സാധനങ്ങൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ കുരുമുളക്, ഒരു 1/4 ടീസ്പൂൺ വലിയ ജീരകം. എന്നിട്ടത് നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, ശരിക്കും അരച്ചിന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ഞാനൊരു പാത്രത്തേക്ക് മാറ്റിയിട്ട് ഇതിലേക്കുള്ള ചേരുവകൾ മല്ലി, മുളക്, ഇത്രയും സാധനങ്ങളൊക്കെ വേണം, അതൊക്കെ ഒന്ന് ചേർത്തി കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പുപൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, മുളക് പൊടി വേണമെങ്കിൽ കൂടുതൽ ചേർത്തി കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് നല്ലോണം സ്പൂൺ കൊണ്ടൊന്നിട്ട് കുഴച്ച് വെക്കുക. ഇതിലേക്ക് കറിവേപ്പിലയും കുറച്ച് ഇട്ട് കൊടുക്കുക. ഇനി അയിലതിയിലൊന്ന് തേച്ച് പിടിപ്പിച്ചിട്ട് കുറച്ച് നേരം അവിടെ അരപ്പൊക്കെ അതിമക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ തേച്ച് കുറച്ച് സമയം, ഒരു അരമണിക്കൂറൊക്കെ വെച്ചാൽ നല്ലതാണ്. അപ്പം ഇനി ഒന്ന് തേച്ച് പിടിപ്പിച്ചിട്ട് അവിടെ വെക്കാം. ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് തുറന്ന് നോക്കിയാൽ മതി. ഉള്ളിൽ കൂടെ ഒക്കെ ശരിക്ക് തേച്ച് പിടിപ്പിക്കണം. ഉപ്പില്ല എന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഇട്ട് കൊടുക്കാം ഉപ്പ്. ഇപ്പോൾ എനിക്കിതിൽ ഉപ്പ് അര ടീസ്പൂണിൻ്റെ ഉപ്പിട്ട് കൊടുത്തപ്പോൾ എനിക്ക് ഉണ്ട് തോന്നി, ഇല്ലെങ്കിൽ പിന്നെ ഇട്ട് കൊടുക്കാം. ഇനി അതവിടെ വെക്കുക. അരമണിക്കൂർ കഴിഞ്ഞിട്ട് തുറന്ന് നോക്കാം. ഇപ്പോൾ ഇത് ഈ അരമണിക്കൂർ കഴിഞ്ഞിട്ട് തുറന്ന് നോക്കിയപ്പോൾ ഇതിൻ്റെ അവസ്ഥയാണത്. നിമക്കൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇനി ഇത് ഞാൻ കുക്കറിലാണ് വെക്കുന്നത്. കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതേപോലെ വാഴൻ്റെലയൊന്ന് വാട്ടിയിട്ട് പൊട്ടാതെ ഇങ്ങനെ വെച്ച് കൊടുക്കുക. ആദ്യം വാഴൻ്റെലയൊന്ന് വാട്ടിയിട്ടുണ്ട്, എന്നിട്ട് ഞാൻ പൊട്ടാതെയാണ് ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ടുള്ളത്. പൊട്ടിയാൽ ആ വെള്ളം അങ്ങോട്ട് കയറും. കുറച്ച് വെളിച്ചെണ്ണ അതിലിങ്ങനെ തൂവി കൊടുക്കുക. പിന്നെ നമ്മളെ മീൻ ഇതിൽ വെച്ച് കൊടുക്കുക. അതിൻ്റെ മേലെയും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. ഈ വെളിച്ചെണ്ണ അരപ്പിൻ്റെ കൂടെ കൂട്ടിയിട്ട് കുഴച്ച് വെച്ചാലും കുഴപ്പമൊന്നുമില്ല. ഇതിപ്പോൾ ഞാൻ താഴെ ഒന്ന് ഒഴിച്ച് കൊടുത്തു. ഇനി ഇതിൻ്റെ മേലെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി തൂവി കൊടുക്കണം. ഈ അരപ്പൊക്കെ അതിൻ്റെ മേലാണ് ആക്കി കൊടുക്കുക. ഈ കുറച്ച് വെളിച്ചെണ്ണ അതിൻ്റെ മേലെ കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ 2-3 ടീസ്പൂൺ ഒഴിച്ചു കൊടുക്കുക. അതിലല്ലേ അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടാണെങ്കിൽ വെളിച്ചെണ്ണ തന്നെ ആവും വേണം, ഓയിലൊന്നും ആവരുത്. ഇനി വാട്ടിയ വാഴൻ്റെലിനെ ശരിക്കൊന്നും ഇങ്ങനെ കൂട്ടി പിടിച്ചിട്ട് എന്തെങ്കിലും ഒരു കനം വെച്ച് കൊടുക്കുക. അല്ലെങ്കിൽ എന്തെങ്കിലും വാഴൻ്റെലിൻ്റെ ഇതുകൊണ്ട് കെട്ടിയാലും മതി, കയറുകൊണ്ട്. പക്ഷേ ഞാനിവിടെ ഒരു കനം, ചെറിയൊരു അമ്മിക്കുട്ടിയുണ്ട്, അതുകൊണ്ട് ഇങ്ങനെ കനം കയറ്റി വെച്ചിട്ടുണ്ട്. വാഴൻ്റെല പൊട്ടിയാൽ അതിൽ നമ്മൾ ഒഴിച്ച വെള്ളം മീനിൽ കയറും. ഇപ്പം ഞാനത് അടുപ്പത്ത് വെച്ചിട്ട് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് 2 വിസിലാണ് കളയണത്. പിന്നെ നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ലോ ഫ്ലെയിമിലിട്ടിട്ട് 1 വിസിലും കളഞ്ഞാൽ നല്ല ഉഷാറായി കിട്ടും. ഇപ്പോൾ അതിൻ്റെ പ്രഷറൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷം ഞാൻ തുറന്ന് നോക്കുമ്പോൾ അതിൻ്റെ അവസ്ഥ ഇതാണ്.
നല്ലൊരു വാസനയൊക്കെ വരുന്നത് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ കേട്ടോ. പണ്ടത്തെ കാലമൊക്കെ ഇങ്ങനെ കനൽമ വെച്ചിട്ടാണ് വാഴൻ്റെ വെച്ചിട്ടാണ് ഉണ്ടാക്കുക. ഇതിപ്പോൾ ഞാൻ കുക്കറിൽ വെച്ചു എന്ന് മാത്രം, അടുപ്പൊന്നും ഉപയോഗിക്കാത്തതുകൊണ്ട് കനലൊന്നുമില്ല. അപ്പോൾ ഇതാണ് ഇതിൻ്റെ അവസ്ഥ. ഇതിന് നമുക്കൊന്ന് എടുത്തു വെക്കാം. വെള്ളമൊന്നും ആവാതെ, അതിൽ വെള്ളം ഒഴിച്ചതല്ല, അപ്പോൾ വെള്ളം നല്ല ചൂടുണ്ട്, വെള്ളം ഒഴിച്ചത്. ഇനി മെല്ലെ ഒന്ന് കണ്ടോ, വെള്ളമൊന്നും തീക്കായിട്ടൊന്നുമില്ല. നല്ലൊരു അടിപൊളി അയല ദമ്മിട്ട് ശരിയായിട്ടുണ്ട്. വെറും ചോർക്കൊക്കെ ഇത് മാത്രം മതി കൂട്ടാൻ. വേറെ ഒന്നും കൂട്ടാനുണ്ടെങ്കിൽ ഒരു പപ്പടം മാത്രം ഉണ്ടായാൽ ഇതും കൂട്ടി കഴിച്ചാൽ നല്ല ടേസ്റ്റാണ്. വേറെ ഇതിക്ക് ചാറോ കറികളോ ഒന്നും വേണ്ട. അപ്പോൾ കണ്ടോ, നല്ലോണം പിടിക്കുകയും ചെയ്തിട്ടുണ്ട്. ഉപ്പും മുളകും ഒക്കെ പാകമാണ് ഞങ്ങൾക്ക് ഇവിടെ. അല്ലാതെ എരിവില്ല, പേരക്കുട്ടികൾക്ക് അല്ലാതെ എരിവ് പറ്റൂല. അതുകൊണ്ടാണ് എപ്പോഴും ഞാൻ എരിവ് കുറക്കുന്നത്. അപ്പം ഞാൻ ഇനി ഇതൊക്കെ ഒന്ന് കഷ്ണാക്കിയിട്ട് എല്ലാവർക്കും കൊടുക്കട്ടെ. കഷ്ണാക്കാതെയാണ് ഞാനിങ്ങനെ ദമ്മിട്ടിട്ടുള്ളത്. കഷ്ണാക്കിയിട്ടാണെങ്കിൽ അങ്ങനെയും കാണിക്കാം. അപ്പം ഇനി ആ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്.